അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസാബഖ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മുമ്പിൽ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. ഒരിക്കൽ ഒരു കാലഘട്ടത്തിൽ ബിലാൽ ബിൻ റബാഹ് എന്ന യുവാവ് ജീവിച്ചിരുന്നു. വളരെയധികം പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ബിലാൽ വെറും ക്രൂരനായ ഉമയുടെ അടിമയായിരുന്നു. ബിലാലിന്റെ ജീവിതം വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. തീവ്രമായ വെയിലിൽ അന്ത്യമില്ലാത്ത അധ്വാനം. അവിടെ ജോലി ചെയ്യുമ്പോൾ ബിലാൽ ആകെ കിട്ടുന്നത് കഴിക്കാൻ ഒരു നേരത്തെ ആഹാരവും കുടിക്കാൻ ഇത്തിരി വെള്ളവും മാത്രമാണ്. എന്നിട്ടും ബിലാൽ തന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ആഗ്രഹിച്ചിരുന്നത് നീതി, സത്യം, പിന്നെ അവിടെയുള്ള ജനങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. നമ്മെ എല്ലാവരും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് അവനാണ്. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വിധിക്കുന്നവൻ, അല്ലാതെ അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല. അങ്ങനെ പ്രവാചകൻ ഈ വാക്കുകൾ ബിലാലിനെ ആകർഷിച്ചു. പക്ഷേ ഖുറൈശികളിൽപ്പെട്ട ഉമയ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിന്റെ സന്ദേശത്തെ എതിർത്തിരുന്നു. അങ്ങനെ ബിലാൽ രഹസ്യമായി ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന് ശക്തി നൽകി. പക്ഷേ അത് അദ്ദേഹത്തിന് അപകടം കൊണ്ടുവന്നു. താൻ മതം മാറിയ കാര്യം ഉമയ്യ അറിയാൻ ഇടയായി. ഉമയ്യ ഗോപാകുലായി ബിലാലെ വിളിച്ചു. എന്ത് ബിലാലിനോട് പറഞ്ഞു, ഹേ ബിലാലെ, നീ ഇപ്പോൾ വിശ്വസിക്കുന്ന ആ മതത്തിൽ നിന്ന് പിന്മാറി ഞങ്ങൾ ദൈവത്തെ നീ വിശ്വസിക്കണം. ബിലാൽ പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ റബ്ബിൽ മറ്റാരും പങ്കു ചേർക്കത്തില്ല. ഇത് കേട്ട് ഉമ്മയ്ക്ക് കുറച്ചും കൂടി ദേഷ്യം കൂടി. ഉമ്മയെ ബിലാൽ റളിയല്ലാഹുവിനെ തൊട്ടുപൊള്ളുന്ന മരുഭൂമിയാണ് കൂടി വലിച്ചിഴച്ചു. അദ്ദേഹത്തിന്റെ ദേഹത്ത് കിലോ കണക്കിന് ഭാരമുള്ള വല്ല കല്ലെടുത്ത് വെക്കുകയുണ്ടായി. ബിലാൽ റളിയല്ലാഹു നെരുങ്ങി അവശനായി. ഇത് കണ്ട് ഉമ്മയും കൂട്ടരും പൊട്ടിച്ചിരിച്ചു. ബിലാൽ റളിയല്ലാഹുവിന്റെ വേദന അസഹ്യമായിരുന്നു. ശ്വാസം വിറച്ചു, ചർമ്മം പൊള്ളി. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് അടങ്ങിയില്ല. അദ്ദേഹം പൂർണ്ണ ശക്തിയും എടുത്തുകൊണ്ട് മന്ത്രിച്ചു, അഹദ് അഹദ്, ഏകനായ അല്ലാഹുവിൽ മാത്രം, ഏകനായ അല്ലാഹുവിൽ മാത്രം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പീഡനങ്ങൾ കൂടി കൂടി വന്നു. ബിലാൽ റളിയല്ലാഹുവിന്റെ കഷ്ടപ്പാടറിഞ്ഞ് മറിഞ്ഞിരിക്കുന്ന മറ്റ് വിശ്വാസികൾക്ക് അത് പ്രചോദനമായി. അങ്ങനെ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യയെ കാണാൻ ഇടയായി. അപ്പോൾ ഉമ്മയോട് ചോദിച്ചു, ഹേ ഉമ്മയെ, തന്റെ അടിമയായ ബിലാൽ എനിക്ക് വിൽക്കാമോ? ഉമ്മയ ഒന്ന് ചിന്തിച്ചു. ആ ഭീതിയും അവശ്യമായ ബിലാൽ എനിക്ക് ഇന്നെന്തിനാണ്? അങ്ങനെ ഉമ്മയ്യ ബിലാൽ റളിയല്ലാഹുവിനെ 8 ദർഹത്തിനുറപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ 8 ദർഹം കൊടുത്തു. ബിലാൽ റളിയല്ലാഹുവിനെ സ്വതന്ത്രനാക്കി. ചങ്ങലിൽ നിന്ന് മോചിതനായ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മധുരമുള്ളതും ആഴമേറിയതുമായ ശബ്ദം ഇസ്ലാമിനൊരു സമ്മാനമായിരുന്നു. അദ്ദേഹത്തിന് ആദ്യത്തെ മുഅദ്ദിനാക്കി മാറ്റി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ബാങ്കുലി കേട്ട് മദീന നിവാസികൾ പറഞ്ഞു പോയി, ബിലാലിന്റെ ശബ്ദം സ്വർഗത്തിലെ കിളികൾക്ക് സമാനമാണെന്ന്. അങ്ങനെ കാലങ്ങൾ കടന്നു പോയി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട നേതാവില്ലാത്ത മദീന നിൽക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് സിറയിലേക്ക് യാത്ര തിരിക്കുകയുമുണ്ടായി. പക്ഷേ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ആഗ്രഹം ബിലാലിന്റെ ബാങ്കുലി ഒന്ന് കേൾക്കണമെന്ന്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോവുകയും തന്റെ ആഗ്രഹം പറയുകയും ഉണ്ടായി. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരികെ വരികയും ബാങ്കുലിക്കുകയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ ബാങ്കുലി കേട്ട് മദീന മൊത്തം മൗനമായി. അവിടെയുള്ള ജനങ്ങൾ കരയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ ഓർത്തു. ബാങ്കിന്റെ ഇടയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ സങ്കടം താങ്ങാൻ വയ്യാതെ തളർന്നു വീഴുകയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോയി. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ നാളെ എന്റെ ഹബീബിനെ കാണാൻ പോകുകയാണെന്ന് എല്ലാവരും പറഞ്ഞ് നടക്കുകയുണ്ടായി. പിറ്റേ ദിവസമായപ്പോൾ തന്നെ ഈ ലോകത്തുള്ള ഏവർക്കും മാതൃകയായി ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തൊന്നും വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിലാൽ റളിയല്ലാഹുവിന്റെ ഈ ഒരു ചെറിയ കഥയിൽ കൂടി നമുക്ക് വലിയ ആഴമുള്ള പാഠമാണ് പകർന്നു തരുന്നത്.
യഥാർത്ഥ വിശ്വാസി അത് എത്ര വലിയ പ്രതിസന്ധികളെ നേരിടും. എന്തു വന്നാലും അള്ളാഹുവിൽ മറ്റാരെ പങ്കു ചേർക്കത്തില്ലെന്നുള്ള ദൃഢനിശ്ചയം. അതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത്. നാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. ചെസ് നമ്പർ 136.